ലാൽസലാം ദൃശ്യം 3യുടെ മൂന്നാം ദിനം ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതിഗംഭീരവും അതികൊടൂരവുമായ ബോക്സ് ഓഫീസ് വിപ്ലവം തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. 58 മണിക്കൂറിൽ ഈ സിനിമ 100 കോടി കടന്നിരിക്കുകയാണ്. അതെ, റെക്കോർഡിന് മുകളിൽ റെക്കോർഡിട്ട് ഈ ഒരു സിനിമയുടെ കളക്ഷൻ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാ 58-ാം മണിക്കൂറിൽ ഈ ഒരു സിനിമ 100 കോടിയിലെത്തുമ്പോൾ അത് 5ാമത്തെ 100 കോടിയിലേക്ക് മോഹൻലാൽ എത്തുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ശനിയാഴ്ച കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ മുകളിലേക്കുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. ആദ്യ ദിനത്തിൻ്റെ മുകളിലേക്കുള്ള ഒരു കളക്ഷനിലേക്ക് ഈ സിനിമ എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ട്രെൻഡിങ് പറയുന്നത്. തീർച്ചയായും ട്രാക്കിംഗ് കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 8 മണി വരെയുള്ള കളക്ഷനിൽ 8 കോടി 25 ലക്ഷം രൂപ ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നിരിക്കുകയാണ്. 2262 ഷോകളിൽ നിന്ന് 4,87,000 ടിക്കറ്റുകളും വിറ്റുപോയിരിക്കുന്നു. അതായത് ഇന്നലെ 4,83,000 ടിക്കറ്റ് വിറ്റുപോയെടുത്ത് ഇന്ന് അതിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. 79%, അതായത് ഇന്നലത്തെ സമാനമായിട്ടുള്ള ഒക്യുപ്പൻസിയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് ഏകദേശം നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് 85-88% ഒക്യുപ്പൻസി വരും. ആദ്യ ദിനം 9,98 ലക്ഷം രൂപ ട്രാക്കേഴ്സ് പറഞ്ഞുവെങ്കിൽ ഇന്ന് 8,25 ലക്ഷം രൂപ 8 മണി വരെ വരുമ്പോൾ തീർച്ചയായും അത് 9 കോടിക്ക് മുകളിലേക്ക് പോകും. തീർച്ചയായും ഇന്ന് 11 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. 10 കോടി ഓൾറെഡി കടന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. 11 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഒരു റെക്കോർഡ് വേഗത്തിൽ. അതായത് 30 കോടി കടക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു ചിത്രം എന്ന് തന്നെ പറയാം. അതെ, ഞായറാഴ്ചയും 7 കോടിക്ക് മുകളിലുള്ള പ്രീ സെയിൽ കളക്ഷൻ ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു. ഒരു പിടി റെക്കോർഡുകൾ തന്നെയാണ് സിനിമ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ഡീറ്റെയിൽ കളക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പറയാനുള്ളത് ഇവിടെ തമിഴ്നാട് ഗ്രോസാണ്. അവിടെ 2,39 ലക്ഷം രൂപ സിനിമ 2 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നു. അതുകൂടാതെ തെലങ്കാനയിൽ നിന്ന് 2,17 ലക്ഷം രൂപയും ആന്ധ്രാപ്രദേശിൽ നിന്ന് 1,33 ലക്ഷം രൂപയും നേടിയ ചിത്രം 3.5 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതിനെയും നമുക്ക് കേരളത്തിൽ നിന്ന് 30 കോടി കടക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ നിന്ന് 2 ദിവസത്തെ കളക്ഷൻ 9 കോടി മുകളിലാകുന്നു. അതായത് ഇന്നത്തോടെ 10 കോടി 12 കോടി ആ റേഞ്ചിലേക്ക് എത്തും. നോർത്ത് ഇന്ത്യയിൽ 2,65 ലക്ഷം രൂപ കടക്കുന്നു. അങ്ങനെ വിപ്ലവകരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് നമുക്ക് കാണുന്നത്. ഞായറാഴ്ച കൊണ്ട് സിനിമ 40 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിലേക്ക് വരും. അതായത് എമ്പുരാൻ്റെ 42 കോടി എന്നുള്ള, അല്ലെങ്കിൽ 42 കോടി 55 ലക്ഷം രൂപ എന്നുള്ള 4 ദിവസത്തെ റെക്കോർഡ് ഈ സിനിമ തകർക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ റേഞ്ചിലേക്ക് തന്നെയാണ് സിനിമയുടെ ഓരോ പോക്കും പോകുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷനാണ്. നമുക്ക് 2 ദിവസം കൊണ്ട് $433K നേടിയിരിക്കുന്നത്. ന്യൂസിലാൻഡിൽ നിന്ന് $118K സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. USA-യിലും സിനിമ റെക്കോർഡ് ആണ്. USA കാനഡയിൽ നിന്ന് സിനിമ ഏകദേശം 1 മില്യൺ അടിച്ചു എന്നുള്ളതാണ് 3 ദിവസത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ. അതായത് എല്ലാ സ്ഥലത്തും തീ പോലെയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്, അതായത് ആദ്യ ദിനം 18 കോടിയാണെങ്കിൽ രണ്ടാം ദിനം 13 കോടിയോളം നേടിയെങ്കിൽ ഇന്ന് വീണ്ടും സിനിമ 16 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 30-32 കോടി സിനിമ നേടുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ 120 തൊട്ട് 125 കോടി പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഞായറാഴ്ചയോടെ 150 കോടി കയറുമെന്നുള്ളതും ഉറപ്പാക്കുകയാണ്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പം നമ്മുടെ കൂടെ ഉണ്ടാവണം. കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൂടെയുണ്ട്. ലാൽസലാം.